വെൽക്കം ടു സയൻസ് ടോക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, പാർട്ട് 1 ആയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ ഫ്രൂട്ടിൽ വരുന്ന സിമ്പിൾ ഡ്രൈ ഫ്രൂട്ടും അതിൻ്റെ കുറേ ടൈപ്സുമാണ്. അത് കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടായതുകൊണ്ടാണ് ഒരു ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് സിമ്പിൾ ഫ്രൂട്ട് കൂടാണ്ട് വേറെയുള്ള 2 ക്ലാസിഫിക്കേഷനാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ടും കോമ്പോസൈറ്റ് ഫ്രൂട്ടും. സോ എന്താണെന്ന് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു ഒരു ഫ്ലോ ചാർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ടൊന്ന് നോക്കിയിട്ട് വേണം ഈ ഒരു ക്ലാസ്സിലോട്ട് വരാൻ വേണ്ടിയിട്ട്. സോ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും പോർഷൻ എടുക്കാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാകും. സോ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് മെയിൻലി സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എടുക്കുന്നത്. സെറ്റ് മാത്രമല്ല, ഇത് MSc BSc എല്ലാ ക്ലാസ്സിലുള്ള ബോട്ടണി ആൾക്കാർക്കും ആവശ്യമായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. എല്ലാ ക്ലാസ്സിലും നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ പഠിക്കാനുണ്ട്. സോ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ടാണ്. നമ്മൾ ആദ്യം സിമ്പിൾ ഡ്രൈ ഫ്രൂട്ടാണ് പഠിച്ചത്. ഡ്രൈ ആയിട്ട് അവിടെ ഡിഫറൻഷിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു വിത്തിന് ചുറ്റും ഒരു സീഡ് കോട്ട് അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫ്രൂട്ടി ഫ്ലഷി പാർട്ട് അങ്ങനെയായിരുന്നു സിമ്പിൾ സിമ്പിളിൽ ഉണ്ടായിരുന്നത്. ഫ്ലഷി പാർട്ടല്ല, ഇതിലാണ് കേട്ടോ ഫ്ലഷി പാർട്ട്. അപ്പം ഇതിലെന്ന് പറയുമ്പം ഡിഫറൻഷിയേഷൻ ഉണ്ട്. അവിടെ സീഡ്സിനും ആ ഒരു ഫ്രൂട്ട്സിന് ഡിഫറൻഷിയേഷൻ ഉണ്ട്. നമുക്ക് എക്സാമ്പിൾസിലോട്ടൊക്കെ പോകുമ്പം ആ ഒരു ഡിഫറൻഷിയേഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കും. സോ സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ടിൽ ഫസ്റ്റ് പറയുന്നത് ഡ്രൂപ്പാണ്. ഈ ഒരു ഡ്രൂപ്പിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാംഗോ ആണ്. ഓക്കെ, മാംഗോ അല്ലെങ്കിൽ കോക്കനട്ട് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഫ്രൂട്ട് വിത്ത് തിൻ ഇൻഎഡിബിൾ എപ്പികാർപ്പ്, ഫ്ലഷി എഡിബിൾ മീസോകാർപ്പ് ആൻഡ് സ്റ്റോണി എൻഡോകാർപ്പ്. ഇവിടെ എന്താ ഡിഫറൻഷിയേഷൻ ഉണ്ടല്ലേ. ആ ഒരു ഫ്രൂട്ടിനെ 3ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. ഇതാ ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ ഏറ്റവും ഉള്ളിലുള്ള നമ്മളുടെ ആ ഒരു വിത്തില്ലേ, മാംഗോയുടെ വിത്ത്, സീഡ് എന്ന് പറയുന്നത്, ആ സീഡിനെ ചുറ്റും കവർ ചെയ്തിട്ട് ഒരു സ്റ്റോണി ആയിട്ടുള്ള റീജൻ ഉണ്ടാവില്ലേ, നമ്മൾ സീഡ് കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള ആ ഒരു പോർഷൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരിക്കുക. നമ്മൾ കണ്ണൂർ ഭാഷയിൽ അണ്ടിക്കൊട്ടാന്നൊക്കെയാണ് പറയുക. കൊരട്ടയുടെ ഉള്ളിലാണ് ഈ ഒരു പോർഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എൻഡോകാർപ്പ് സ്റ്റോണിയാണ്, നല്ല കട്ടിയുള്ള എൻഡോകാർപ്പാണ്. പിന്നെ ഈ ഒരു എൻഡോകാർപ്പിന് പുറമെയുള്ള നമ്മൾ കഴിക്കുന്ന ഭാഗം, എഡിബിൾ എന്ന് വെച്ചാൽ ഭക്ഷ്യയോഗ്യമായതാണ്. അപ്പോൾ കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഫ്ലഷി പാർട്ടിനെയാണ് നമ്മൾ മീസോകാർപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പുറമെയുള്ള ആ ഒരു ഗ്രീൻ കളറുള്ള പോർഷൻ അതിനെയാണ് എപ്പികാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മീസോകാർപ്പ് ഫൈബ്രസ് ആയിട്ടുള്ളതാണ് നമ്മുടെ കോക്കനറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ചേരി എന്ന് പറയില്ലേ, ആ ഒരു ചേരി എന്ന് പറയുന്നത് ഫൈബ്രസ് ആണ്, അത് അതിൻ്റെ മീസോകാർപ്പാണ്. ഓക്കെ, പിന്നെ ഉള്ളത് എൻഡോകാർപ്പ് ആ ഒരു ചിരട്ട സ്റ്റോണി ആയിട്ടുള്ള എൻഡോകാർപ്പാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ബെറിയാണ്. ബെറി എന്ന് പറയുന്നത് ഇൻഡെഹിസൻ്റ് ആണ്. ഇൻഡെഹിസൻ്റ് എന്ന് വെച്ചാൽ അവിടെ ഡെഹിസൻസ് നടക്കില്ല, കുറേ സീഡ്സ് ഉണ്ടാകും ആ ഒരു ഫ്ലഷി എഡിബിൾ എൻഡോകാർപ്പിൽ. ഇവിടെ മനസ്സിലാക്കുക, ഡ്രൂപ്പിൽ എഡിബിൾ ആയിട്ടുള്ളത് മീസോകാർപ്പ് എന്ന് പറയുന്ന പോർഷനാണ്. പക്ഷേ ബെറിയിൽ എഡിബിൾ ആയിട്ടുള്ളത് എൻഡോകാർപ്പാണ്, ഏറ്റവും ഉള്ളിലുള്ള എൻഡോകാർപ്പ്. അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് ടൊമാറ്റോ, വാട്ടർമെലൺ, ബനാനയൊക്കെ. അപ്പോൾ ഈ ഒരു ടൊമാറ്റോയിൽ എന്താ കുറേ സീഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ടൊമാറ്റോ, കുറേ സീഡ്സ് ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. ആ സീഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് പല രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. വാട്ടർമെലണിലാണെങ്കിൽ നമ്മൾ എന്താ സ്പ്രെഡ് ചെയ്തിട്ടാണല്ലേ ഉള്ളത്. അപ്പോൾ മെനി സീഡഡ് ആയിരിക്കും. മൂന്നാമത്തെ പ്രത്യേകത മെനി സീഡഡ് ആയിരിക്കും. ഫ്ലഷി ആയിട്ടുള്ള എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് എൻഡോകാർപ്പ് ആയിരിക്കും കേട്ടോ. അതാണ് ബെറിയിലുള്ള പ്രത്യേകത. ഇനി നമുക്ക് ഈ ബെറിയിലുള്ള ആൾക്കാരെ തന്നെ കുറേ ടൈപ്പ്, ബെറി തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഹെസ്പെറിഡിയം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബെറി വിത്ത് ഹാർഡ് ലെതറി പെരികാർപ്പ്. പെരികാർപ്പ് എന്ന് പറയുന്നത് ഹാർഡ് ലെതറിയാണ്. അപ്പം നിങ്ങളിവിടെയൊക്കെ എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു പെരികാർപ്പ്?
ഇപ്പോൾ ഈ ഒരു പെരികാർപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 എണ്ണത്തിനെയും ഒരുമിച്ച് കളക്റ്റീവായിട്ട് പറയാം. അതായത് ഒരു സീഡിനെ കവർ ചെയ്തിട്ടുള്ള എല്ലാ പോർഷനെയും കൂടിയിട്ടാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. അത് കുറച്ച് ഹാർഡാണ് ഈ ഒരു ഹെസ്പെറിഡിയത്തിൽ. ഇറ്റ് ഡെവലപ്സ് ഫ്രം എ പോളികാർപ്പുലറി മൾട്ടിലോക്യുലാർ സുപ്പീരിയർ ഓവറി. അതായത് പല ലോക്യൂൾസ് ഉള്ള, പല അറകളുള്ള പോളികാർപ്പുലറി കുറേ കാർപ്പൽസ് ഉള്ള ഒരു ഓവറി, സുപ്പീരിയർ ഓവറിയിൽ നിന്നാണ് ഹെസ്പെറിഡിയം ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ആണ് മെയിൻലി പഠിച്ചു വെക്കേണ്ടത്. ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ ആണ് എക്സാമ്പിൾ. സോ ഇവിടെ കണ്ടോ കുറേ കുറേ ലോക്യൂൾസിൻ്റെ ഉള്ളിലാണ് ഓരോ സീഡ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള എപ്പികാർപ്പ്, ഇതാണ് എപ്പികാർപ്പ് എന്ന് പറയുന്നത്. മെംബ്രേനിയസ് ആയിട്ടുള്ള എൻഡോകാർപ്പ് ഉണ്ട്, മീസോകാർപ്പും ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് മൊത്തത്തിൽ. ഓക്കെ, ജ്യൂസ് ഒക്കെ പ്രസന്റ് ആണ് ഈ ഒരു ഹെസ്പെറിഡിയത്തിൽ. നെക്സ്റ്റ് വൺ പെപ്പോ ആണ്. പെപ്പോ എന്ന് പറയുന്നത് ബെറിയുമായിട്ട് സിമിലർ തന്നെയാണ്. ബീങ് ഫ്ലഷി ആണ്, മൾട്ടി സീഡഡ് ആണ്, അതുകൊണ്ട് തന്നെ ബെറിയാണ്. പക്ഷേ ഇവ എന്താണ് ഇവിടെ വ്യത്യാസം? ഇവിടെ ട്രൈ കാർപ്പലറി സിൻകാർപ്പസ് ഇൻഫീരിയർ ഓവറി വിത്ത് പെരിയേറ്റൽ പ്ലാസന്റേഷൻ ആണ്. ഇവിടെ നമ്മൾ ആക്സിയൽ പ്ലാസന്റേഷൻ ആണ് കേട്ടോ പറയാം ഹെസ്പെറിഡിയത്തിൽ. പക്ഷേങ്കിൽ ഒരു പെപ്പോയിലുള്ള വ്യത്യാസം എല്ലാം ഫ്ലഷ് തന്നെയായിരിക്കും, കുറേ സീഡഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ കുറേ ലോക്യൂൾ ഉണ്ട്. ഇവിടെ ട്രൈ കാർപ്പലറി ആണ്, 3 കാർപ്പൽസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. കുക്കുർബിറ്റേസിയയിൽ പറയുമ്പോൾ നമുക്കിതാ പെരിയേറ്റൽ പ്ലാസന്റേഷൻ ആണ്. ഇതാണ് കേട്ടോ പ്ലാസന്റ. ഓരോന്നിലും 3 കാർപ്പൽസ് വീതമാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ ഏറ്റവും പുറമെയുള്ള ആ ഒരു റിൻഡ് പോർഷൻ ഉണ്ട്. പിന്നെ ഏറ്റവും അതിന് തൊട്ട് താഴെയുള്ളതാണ് നമ്മുടെ മീസോകാർപ്പ്, എഡിബിൾ ആയിട്ടുള്ള പോർഷൻ മീസോകാർപ്പ് ഇവിടെ. പിന്നെ ഈ ഒരു മീസോകാർപ്പിൻ്റെ താഴെയുള്ളതാണ് എൻഡോകാർപ്പ്. ആ എൻഡോകാർപ്പിലാണ് നമ്മുടെ സീഡ്സ് ഒക്കെ ട്രൈകാർപ്പലറി ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും എഡിബിൾ പോർഷൻ നോക്കാം. ഇവിടെയും എഡിബിൾ പോർഷൻ മീസോകാർപ്പാണ്, പെപ്പോയിലും മീസോകാർപ്പ് തന്നെയാണ് എഡിബിൾ ആയിട്ടുള്ളത് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആംഫിസെറാക്കിയാണ്. ഇതും ബെറിയുടെ ആ ഒരു ടൈപ്പായിട്ട് വരുന്നതാണ്. ഇറ്റ്സ് ഡെവലപ്ഡ് ഫ്രം മെനി ചാമ്പേർഡ് ഓവറി വിച്ച് ദ ഔട്ടർ പാർട്ട് ഓഫ് പെരികാർപ്പ് ഈസ് വുഡി. ബെയിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഫ്രൂട്ടാണ്. അപ്പം നമുക്ക് അതില്ലേ ഇളവൻ കുമ്പളം എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പില്ലേ, അതിനെയൊക്കെയാണ് ഈ ഒരു ആംഫിസെറാക്കിൽ വരുന്നത്. അതിൻ്റെ ഏറ്റവും പുറമേയുള്ള ആ ഒരു പോർഷൻ, ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് നല്ല വുഡി ആയിരിക്കും, നല്ല കട്ടിയുള്ളതായിരിക്കും. ഓക്കെ, അതാണ് ഇതിലുള്ള ആ ഒരു വ്യത്യാസം. ഔട്ടർ പാർട്ട് ഓഫ് പെരികാർപ്പ് എന്ന് പറയുന്നത് വുഡിയാണ്. ഓക്കെ, ദെൻ ഇതാ വുഡി പെരികാർപ്പ് സീഡ്സ് ഇങ്ങനെ എംബഡ് ചെയ്തിട്ടുണ്ടാവും. മീസോകാർപ്പിലാണ് സീഡ്സ് എംബഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ടുള്ളത് എൻഡോകാർപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. Then balusti ആണ് നെക്സ്റ്റ് വൺ. ഇറ്റ്സ് ഡെവലപ്ഡ് ഫ്രം എ ഇൻഫീരിയർ മിനി ചാമ്പേർഡ് ഓവറി. ഇവിടെ എല്ലാം അധികവും മിനി ചാമ്പേർഡ് ആണ് കേട്ടോ. ചിലത് ട്രൈലോക്കുലാർ ഉണ്ട് എന്നുള്ള ആ ഒരു വ്യത്യാസമൊക്കെ. എല്ലാം മിനി ചാമ്പേർഡ് ആണ്. പെരികാർപ്പ് എന്ന് പറയുന്നത് ലെതറി ആണ്, കുറച്ച് ലെതറി ആയിട്ടുള്ള പെരികാർപ്പാണ്. തിൻ യെല്ലോ മെംബ്രേനിയസ് സ്ട്രക്ചർ വിച്ച് ഡിവൈഡ്സ് ദ ഫ്രൂട്ട് ഇൻ ടു നമ്പർ ഓഫ് ചേമ്പേഴ്സ്. അതായത് നമ്മളുടെ പോംഗ്രാനറ്റ്, നമ്മൾ ഉറുമാമ്പഴം മനസ്സിൽ വിചാരിച്ചാൽ മതി. ആ ഒരു പോംഗ്രാനറ്റിൻ്റെ വിത്തിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് ആയിട്ടുള്ള ലെതറി ആയിട്ടുള്ള പോർഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ചേമ്പേഴ്സ് ആയിട്ട് അതിലാണ് കുറേ ചേമ്പർ ഉണ്ട്, അതിലാണ് കുറേ വിത്തുകളും ആ വിത്തിൻ്റെ ഉള്ളിലാണ് എഡിബിൾ പോർഷനും ഒക്കെ കാണുന്നത്. ഓക്കെ, എഡിബിൾ പോർഷൻ ഈസ് ജ്യൂസി ടെസ്റ്റ ഓഫ് ദ സീഡ്. ബാക്കി എല്ലാത്തിനെയും അപേക്ഷിച്ച് ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ കുറേ സീഡ്സ് ഉണ്ട്. ആ സീഡ്സിൻ്റെ ഉള്ളിലാണ് ആ സീഡിൻ്റെ ടെസ്റ്റ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ. സീഡ്സിൻ്റെ ടെസ്റ്റ ഒരു സീഡ് മാത്രം എടുത്താൽ അതിൻ്റെ ടെസ്റ്റ എന്ന് പറയുന്ന പോർഷനാണ് ഇതിൻ്റെ ആ ഒരു എഡിബിൾ പാർട്ടി എന്ന് പറയുന്നത്. കാലിക്സ് പെർസിസ്റ്റ് ആണ്. ഈ ഒരു കാലിക്സ് നമ്മൾക്ക് കാലിക്സ് പെർസിസ്റ്റ് ആയതെന്ന് വെച്ചാൽ ഫ്രൂട്ട് ഉണ്ടായാലും കാലിക്സ് പോകില്ല. അപ്പം നമ്മൾ ഗുവാവ പേരയ്ക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ ഒരു കാലിക്സ്, ആ ഒരു പൂ പോലെ നിൽക്കുന്ന പോർഷൻ ഇല്ല, അതാണ് അതിൻ്റെ കാലിക്സ്. അത് എപ്പോഴും പെർസിസ്റ്റ് ആണ്, അവിടെ തന്നെ നിലനിൽക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് പോം. പോം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാവേണ്ടത് ആപ്പിൾ ആണ്. അത് ആക്ച്വലി ഒരു സ്യൂഡോ ഫ്രൂട്ടാണ്, ഫോൾസ് ഫ്രൂട്ടാണ് കേട്ടോ. സ്യൂഡോ കാർപ്പ് അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ടാണ് വിച്ച് ഹാസ് ഡെവലപ്ഡ് ഫ്രം ദ റിസപ്റ്റക്കിൾ അല്ലെങ്കിൽ തലാമസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഓവറയിൽ നിന്നല്ല ഈ ഒരു പോം ഡെവലപ്പ് ചെയ്യുന്നത്, പകരം തലാമസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സ്, ഫോൾസ് ഫ്രൂട്ട്, അതിനെയാണ് ആക്ച്വലി പോം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ആപ്പിൾ ആണ്. ദെൻ രണ്ടാമത്തത് ആ ഒരു സിമ്പിൾ ഫ്രൂട്ട്, അതിനുശേഷം വരുന്നതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എറ്റേരിയോ ഓഫ് അക്കിനിയാണ്. ഇറ്റ്സ് എൻ അഗ്രിഗേഷൻ ഓഫ് സിമ്പിൾ ഫ്രൂട്ട്ലെറ്റ്സ് ഓഫ് അക്കീൻസ്.
അതായത് കുറേ ഫ്രൂട്ട്സ്, അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു കൂട്ടം എന്നുള്ള അർത്ഥമല്ലേ. അതേപോലെ ഇവിടെ കുറേ ഫ്രൂട്ട് ഉണ്ടാവും, ആ ഓരോ ഫ്രൂട്ടിനും ഓരോ ഫ്രൂട്ട്ലെറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനൊരു എക്സാമ്പിൾ സ്ട്രോബെറി ആണ് നമ്മൾ അധികവും റെനാഗുലസ് ഫാമിലിയിൽ വരുന്ന ആ ഒരു സ്ട്രോബെറി ആണ് പറയാം. അപ്പം എറ്റേരിയ ഓഫ് അക്കിനി എന്ന് വെച്ചാൽ എന്താ, ഒരു തലാമസ് ഉണ്ടാവും, തലാമസിന് ചുറ്റും നമ്മൾ എഡിബിൾ ആയിട്ടുള്ള പോർഷൻ ഉണ്ടാവും. പക്ഷെങ്കിൽ ഈ ഒരു എഡിബിൾ ആയിട്ടുള്ള പോർഷൻ്റെ ഏറ്റവും ടിപ്പിലായിട്ടാണ് കുറേ ഡോട്ട് കുത്തുകൾ കാണുന്നുണ്ടാവും അല്ലേ. നിങ്ങൾ സ്ട്രോബെറി എടുത്താൽ സ്ട്രോബെറിൻ്റെ ഇവിടെ കുറേ കുത്തുകൾ കാണില്ല, അതാണ് അതിൻ്റെ വിത്ത്. അപ്പോൾ ആ വിത്ത് എന്ന് പറയുന്ന അതിനെയാണ് നമ്മൾ അക്കിനെ എന്ന് പറയുന്നത്. അപ്പോൾ അക്കിനെ ഇങ്ങനെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സ്ട്രോബെറി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒരു എറ്റേരിയ ഓഫ് അക്കിനെ എന്ന് പറയുന്നത്. സോ എറ്റേരിയ ഓഫ് ഫോളിക്കിൾ ആണ് രണ്ടാമത്തത്. ഇറ്റ്സ് എ അഗ്രിഗേഷൻ ഓഫ് സിമ്പിൾ ഫ്രൂട്ട്സ്ലെറ്റ്സ് ഓഫ് ഫോളിക്കിൾസ് ആണ്. ഫോളിക്കിൾസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ ആയിരിക്കും ഈ ഒരു ചെടീനെയാണ് ഡെൽഫീനിയം എന്ന് പറയുന്നത്. ആ ഒരു ബ്രാഞ്ചിൻ്റെ അകത്ത് കുറേ ഫ്രൂട്ട്ലെറ്റ്സ് ഇങ്ങനെ ഫോളിക്കിൾസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ദ നെക്സ്റ്റ് എക്ടേരിയ ഓഫ് ഡ്രൂപ്പിൽ വരുന്നതാണ് റാസ്ബെറി. നമ്മൾ റാസ്ബെറിയും ആ ഒരു സ്ട്രോബെറി അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകരുത്. സിമ്പിൾ ഫ്രൂട്ട്ലെറ്റ്സ് ഓഫ് ഡ്രൂപ്പ് ആണ്. ഡ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ, ഡ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ഡിഫറൻഷിയേഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് രണ്ടും ഒരേപോലെ തോന്നും, പക്ഷെ ഒരേപോലെയല്ല. തലാമസിന് ചുറ്റും കുറേ ഫ്രൂട്ട്ലെറ്റ്സ് ഉണ്ട്, ആ ഫ്രൂട്ട്ലെറ്റ്സിൻ്റെ ഉള്ളിലാണ് സീഡ് ഉള്ളത്. ഇവിടെ ഫ്രൂട്ട്ലെറ്റ്സിൻ്റെ പുറത്താണ് സീഡ് ഉള്ളത്, ഇവിടെ ഉള്ളിലാണ് സീഡ് ഉള്ളത്. അപ്പം ഇതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ടിൻ്റെ ആ ഒരു 3 ടൈപ്പ്. നാലാമത്തതാണ് എറ്റേരിയ ഓഫ് ബെറി. ഇറ്റ്സ് എൻ അഗ്രിഗേഷൻ ഓഫ് സിമ്പിൾ ഫ്രൂട്ട്സ് ഓഫ് ബെറീസ് ആണ് ഇവിടെ. അതായത് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ടില്ലേ, കസ്റ്റാർഡ് ആപ്പിൾ അല്ലെങ്കിൽ നമ്മൾ സീതപ്പഴം എന്നൊക്കെ പറയും, ആ ഒരു തലാമസ് ഉണ്ടാവും. തലാമസിൻ്റെ ചുറ്റുമാണ് ഈ ഒരു ബെറീസ് പോലെയുള്ള ബെറീസിൽ വരുന്ന ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് പഠിക്കേണ്ടത്. ഇവിടെ ബെറീസ് ആണ്, ഇവിടെ ഡ്രൂപ്പ് ആണ്, ഇവിടെ ഫോളിക്കിൾ ആണ്, ഇവിടെ അക്കിനെയാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമ്പോസൈറ്റ് ഫ്രൂട്ടാണ്. കോമ്പോസൈറ്റ് ഫ്രൂട്ടിൽ മെയിൻലി രണ്ടെണ്ണമാണ് അധികവും ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു കോമ്പോസൈറ്റ് ഫ്രൂട്ടിൽ വരുന്ന രണ്ടെണ്ണമാണ്. അപ്പോൾ സോറോസിസ് ആണ് ഒന്നാമത്തത്. മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഡെവലപ്പിംഗ് ഫ്രം സ്പൈക്ക്, സ്പാഡിക്സ് ഓർ കാക്കിൻ. ഇൻഫ്ലോറസെൻസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണ് ഈ ഒരു സോറോസിസ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഇൻഫ്ലോറസെൻസിനാണ്? സ്പൈക്കിൽ നിന്നും സ്പാഡിക്സിൽ നിന്നും ഡെവലപ്പ് ചെയ്യാം. ഒന്നുകിൽ സ്പൈക്സ് അല്ലെങ്കിൽ സ്പാഡിക്സ് അല്ലെങ്കിൽ കാറ്റ്കിൻ. നമ്മൾ പൂച്ചവാലൊക്കെയാണ് ഈ ഒരു കാറ്റ്കിനിലൊക്കെ വരുന്നത്. ഇതിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് സോറോസിസ്. പെരിയാന്തോ ഫ്ലവർ ബിക്കം ഫ്ലഷി, സംടൈംസ് പെഡങ്കിൾ ബിക്കം എഡിബിൾ ആൻഡ് ഫ്ലഷി. അപ്പം ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് നമ്മുടെ പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, പെരിയാന്ത് കണ്ടോ, ഇതാണ് ഒരു പെരിയാന്ത് എന്ന് പറയുന്നത്. ഒരു ആക്സിസ് ഉണ്ടാവും, ആ സെൻട്രൽ ആക്സിസിന് ചുറ്റുമാണ് ഇങ്ങനെ സീഡ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ്, ഒന്നിൽ തന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് എന്നുള്ള ആ ഒരു മീനിങ്, ഇൻഫ്ലോറസെൻസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സോറോസിസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ സിക്കോണസ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫ്ലോറസെൻസ് ഏതാ? ഹൈപ്പാന്തോഡിയം ഇൻഫ്ലോറസെൻസ് ആണ്. ഇൻ ദിസ് കേസ് ദ പെഡങ്കിൾ ഈസ് എഡിബിൾ. ഇവിടെ പെഡങ്കിൾ എഡിബിൾ ആകാം, അല്ലാതിരിക്കാം. ഓക്കെ, ഇവിടെ എപ്പോഴും പെഡങ്കിൾ എഡിബിൾ ആണ്. ഫ്ലഷി ആൻഡ് ബിക്കം ഹോളോ. എക്സാമ്പിൾ ഫിഗ് ആണ്, ബനിയൻ ട്രീ. അതായത് ഇവിടെ ഒരു എഡിബിൾ പോർഷൻ ഉണ്ടായിരിക്കും, പെഡങ്കിൾ എഡിബിൾ ആണ്, ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലെ തലാമസിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഫ്ലഷി ആയിട്ടുള്ള മെയിൽ ഫ്ലവറും ലീവ്സും ആ ഒരു സീഡ്സ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഇതിനാണ് ഒരു കോമ്പോസൈറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ എല്ലാ ഫ്രൂട്ട്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വിത്ത് എക്സാമ്പിൾ അതിൻ്റെ ചില യുണീക്ക് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് വെച്ചിട്ട് പഠിക്കാം. താങ്ക് യു.